നമസ്കാരം ഗൈസ്, മുല്ലപ്പൂ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാസ്മിന് ഗബ്രി കുട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നു ഗൈസ്. അങ്ങനെയൊന്നുമില്ല. എന്താണോ എന്തോ, ഗബ്രിയെ പിരിഞ്ഞിട്ട് ഏകദേശം 30 ദിവസത്തോളം ആയിട്ടുണ്ട്. അതിന്റെ കടിയാണെന്നാണ് തോന്നുന്നത്. ഗബ്രിയുടെ കുറുന്താളിപ്പ് അവള് വളരെയധികം മിസ് ചെയ്യുന്നതാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും പ്രശസ്തമായ വിഷ്വൽസ് കണ്ടു നോക്കാം ഗൈസ്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവനെ കുറെ മിസ് ചെയ്യുന്നത് ആണല്ലേ. എല്ലാവർക്കും എന്നെ മതി. എനിക്ക് മിസ് ചെയ്യുന്നത് താനാണോ തീരുമാനം? നിന്റെ തന്തയുടെ ഇത് ചീത്തുള്ളിയും കണ്ടയുടെ അവരുടെ നിക്കറിന് തുള വീണ അവസ്ഥ ഇരിക്കുക. എന്നിട്ട് ഇതുകൂടെ അങ്ങോട്ട് കിട്ടിക്കൂടി, ഇനി ബാക്കിയും കൂടെ അങ്ങേരി വിളിക്കട്ടെ അങ്ങോട്ട്. എന്റെ പൊന്നു ജാസ്മിനെ, നീ ഇതൊന്ന് നിർത്ത്. ഒന്നാമത് നിന്റെ കുടുംബക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ചപ്പറി കാരണം. കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക് നീ അന്നേരം അതിന്റെ ഇടയിൽ കൂടെ കപ്രിയ മിസ് ചെയ്യുന്നു എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഡാഡി ഒലക്കി എടുത്തോണ്ട് നിന്റെ തലമണ്ട അടിച്ചു പൊളിക്കും. ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ, ഞാൻ കൂടെ നിർത്തിയിട്ടുണ്ടോ, എന്റെ മരണം വരെ ഞാൻ നിർത്തും. അവരെന്നെ എടുക്കും. അതാണ് ജാസ്മിൻ, അതാവണം ജാസ്മിൻ. ജാസ്മിൻസ് ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ മരണം വരെ കൂടെ നിർത്തും ഗൈസ്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. സിയാദ്, മുന്ന, അഫ്സല്, ഗബ്രി, ജാസ്മിൻ എന്തായാലും ജിൻഡോയെ കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെ ഉണ്ട്. പിന്നെ അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. അത് ഏത് ക്വാളിറ്റി ആണെന്നാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്. മനസ്സിലായി. ആർക്കറിയാം? അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, എനിക്ക് ഇത് ഫ്രണ്ട്ഷിപ്പിന് മേലെ എന്തോ ആണ്. പക്ഷെ അതിനെ ഞങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയടാ നാട്ടുകാരോട്. പക്ഷെ ഞങ്ങൾക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകാനും താല്പര്യമില്ല. ചുരുക്കം പറഞ്ഞ കടി. അങ്ങനെയൊന്നുമില്ല. കടി, അതൊന്നാന്തര കടി. അയ്യോ, ഗബ്രി എന്തോരം കടി അതിനകത്തവളെ കടിച്ചത്. ആ കടി ഞാൻ ഉദ്ദേശിച്ച വേറെ കടിയല്ല കേട്ടാ. ഒരു കടിബന്ധമാണ് ഇവർ തമ്മിലുള്ളത്.